Every calculated quantity which is based on measured values has an error. Today we are going to discuss about errors. The result obtained from any measurement will contain some uncertainty. Such an uncertainty is termed as error. Error is equal to measured value minus true value. നമ്മളിവിടെ ഫിഗറിൽ കാണുന്നത് ഒരു റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പിക്ചറൈസേഷനാണ്. അതിൽ റെഡ് ഡോട്ടിൽ ട്രൂ വാല്യൂവും ബ്ലാക്ക് ഡോട്ടിൽ മെഷേർഡ് വാല്യൂവുമാണ് കാണിച്ചിരിക്കുന്നത്. സോ രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രൂ വാല്യൂവിൻ്റെ കറക്റ്റ് ഒബ്സർവേഷൻ അല്ല മെഷേർഡ് വാല്യൂവിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എറർ സംഭവിച്ചിരിക്കുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് മെഷേർഡ് വാല്യൂസ് ആർ ഇൻഎക്സാക്റ്റ് ഒബ്സർവേഷൻസ് ഓഫ് എ ട്രൂ വാല്യൂ. ഇതുപോലെ തന്നെ ഏത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ് എറർ. The difference between a measured value and a true value is known as measurement error or observation error. Accuracy and precision. എറേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ആക്യുറസി ഈസ് എ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ഈസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും എത്രത്തോളം ക്ലോസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം അടുത്തടുത്താണ് എന്ന് കാണിക്കുന്നതാണ് ആക്യുറസി. അങ്ങനെയാണെങ്കിൽ ആ മെഷർമെൻറ്റ് വളരെ ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രിസിഷൻ റെഫേഴ്സ് ടു ദ ക്ലോസ്നെസ് ഓഫ് ടു ഓർ മോർ മെഷർമെൻറ്റ്സ് ടു ഈച്ച് അതർ. ഒന്നിലധികം മെഷർമെൻറ്റ്സ് ഒരേപോലെ വന്നാൽ അല്ലെങ്കിൽ അടുത്തടുത്ത വാല്യൂസായിട്ട് വന്നാൽ ആ മെഷർമെൻറ്റ് പ്രിസൈസ് ആണെന്ന് പറയാൻ സാധിക്കും. ഇത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഫസ്റ്റ് കേസിൽ എ എന്ന പിക്കിൽ നോട്ട് ആക്യുറേറ്റ് നോട്ട് പ്രിസൈസ്, നമുക്ക് ആ ഫിഗർ കണ്ടാൽ അറിയാം. സെക്കൻഡ് കേസിൽ നോട്ട് ആക്യുറേറ്റ് ബട്ട് പ്രിസൈസ്, കാരണം കുറേ വാല്യൂസ് ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. തേർഡ് കേസിൽ ആക്യുറേറ്റുമാണ് പ്രിസൈസുമാണ്. ഇതാണ് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ടൈപ്സ് ആണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്: സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ പല ടൈപ്സ് ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. Systematic errors are those errors that end to be in one direction, either positive or negative. Systematic errors can be classified as follows. അവയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസ്ട്രുമെൻ്റൽ എറർ. These errors are due to defect of the instrument. നമുക്കറിയാം, സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ് ആൻഡ് വെർനിയർ. വെർനിയർ കാലിപ്പേഴ്സിലും സ്ക്രൂ ഗേജിലുമുള്ള ഒരു എററാണ് സീറോ എറർ. അതിനെ നമ്മൾ സീറോ കറക്ഷൻ എന്നെടുത്ത് അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ എററിനെ മിനിമൈസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഫോൾട്ടി കാലിബ്രേഷൻ ഓഫ് തെർമോമീറ്റർ, മീറ്റർ സ്കെയിൽ എറ്റ്സെട്ര. ബി, error due to imperfection. This is due to the imperfection of experimental procedure. നമ്മൾ ചെയ്യുന്ന പ്രൊസീജറിൽ എറർ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. A thermometer placed under the armpit will always gives a temperature lower than the actual value of the body temperature. ആംപിറ്റിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂവിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ടെക്നിക്കിലുള്ള പ്രൊസീജിയറിലുള്ള ഒരു എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറൊന്ന്, പേഴ്സണൽ എറർ. ദിസ് ഈസ് ഡ്യൂ ടു ദ മോഡ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ദ പേഴ്സൺ ടേക്കിംഗ് ദ റീഡിംഗ്.
അതിൻ്റെ എക്സാമ്പിളാണ് പാരലാക്സ് എറർ. ഓരോരുത്തരും നോക്കി അല്ലെങ്കിൽ അവരുടെ വിഷൻ അനുസരിച്ച് എടുക്കുന്ന റീഡിങ്ങിൽ വരുന്ന തെറ്റ്, അതായത് അവരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴൊക്കെ വരുന്ന റീഡിങ്സ് എടുക്കുമ്പോഴുണ്ടാകുന്ന ആ എറർ, അതാണ് പേഴ്സണൽ എറർ. ദെൻ നെക്സ്റ്റ് വൺ, എറേഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. The change in the external conditions during an experiment can cause errors in measurement. Example, changes in temperature, pressure during measurements may affect the result of the measurement. ഇതിലൊക്കെ എറർ വരുത്താൻ ചാൻസ് ഉണ്ട്. Then least count error. Least count is the smallest value that can be measured by the measuring instrument. We know. And the error due to this measurement is called least count error. The instrument's resolution is the cause of this error. ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസല്യൂഷനാണ് ഈ എററിന് പ്രധാനപ്പെട്ടൊരു കോസ്. റെസല്യൂഷൻ കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് കൂടുതൽ പ്രിസൈസായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ റെസല്യൂഷൻ കുറഞ്ഞാൽ അതിൻ്റെ പ്രിസിഷൻ കുറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാവുന്നത്. ലീസ്റ്റ് കൗണ്ട് എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് എ ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ മെഷർമെൻറ്റ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുക ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ മീറ്റർ സ്കെയിൽ, വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, ഇത് മൂന്നും പഠിച്ചു. അപ്പോൾ പ്രിസിഷൻ കൂടി വരുന്നത് താഴേക്ക് വരുമ്പോഴാണ്. മീറ്റർ സ്കെയിലിനേക്കാൾ കൂടുതലാണ് വെർനിയർ കാലിപ്പേഴ്സിന്, അതിനേക്കാൾ കൂടുതലാണ് സ്ക്രൂ ഗേജ്. ദെൻ സെക്കൻഡ് വൺ ഈസ് റാൻഡം എറർ. റാൻഡം എറേഴ്സ് ആർ ദോസ് എറേഴ്സ് വിച്ച് occur irregularly and hence the random with respect to sign and size. റാൻഡം എറേഴ്സ് സംഭവിക്കുന്നത് ഇറഗുലർലി ആയിട്ടും പിന്നെ സൈനിനും സൈസിനും അനുസരിച്ചൊക്കെ, നമ്മൾ എടുക്കുന്ന റീഡിങ്സിൻ്റെ സൈനിനും അതുപോലെ തന്നെ സൈസിനൊക്കെ അനുസരിച്ച് ഉണ്ടാവുന്ന എറേഴ്സാണ് റാൻഡം എറേഴ്സ്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക ടെമ്പറേച്ചറിൽ, വോൾട്ടേജ് സപ്ലൈ എറ്റ്സെട്ര, ഇതൊക്കെ ഈ എററിന് കാരണമാണ്. ഓൾസോ വെൻ ദ സെയിം പേഴ്സൺ റിപ്പീറ്റ്സ് ദ സെയിം ഒബ്സർവേഷൻ ഹീ ഗെറ്റ് ഡിഫറെൻറ്റ് റീഡിങ്സ് എവറി ടൈം. ഓക്കെ.